അറസ്റ്റിലാകുന്ന മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ 30 ദിവസം കസ്റ്റഡിയിൽ കിടന്നാൽ സ്ഥാനം നഷ്ടമാകുമെന്ന് നിർദ്ദേശിക്കുന്ന ഭരണഘടനാ ഭേദഗതി ബില്ലിനെതിരെ പ്രതിപക്ഷം. ബിൽ അവതരിപ്പിക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരായ പ്രതിഷേധത്തിൽ പാർലമെന്റ് നിരവധി തവണ തടസ്സപ്പെട്ടു. വോട്ട് ചോരിയെ മറികടക്കാനാണ് ബിൽ കൊണ്ടുവരുന്നത് എന്ന് കോൺഗ്രസ് വിമർശിച്ചു. ഗുരുതര കുറ്റകൃത്യങ്ങളുടെ പേരിൽ പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, മുഖ്യമന്ത്രി, മന്ത്രിമാർ എന്നിവർ 30 ദിവസം തടവിൽ കഴിയേണ്ടി വന്നാൽ അവർക്ക് സ്ഥാനം നഷ്ടമാകുമെന്ന് വ്യാഖ്യാനിക്കുന്നതാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിക്കുന്ന ബില്ല്. 5 വർഷമെങ്കിലും തടവ് ലഭിക്കാവുന്ന ഗുരുതര കുറ്റകൃത്യങ്ങളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ 30 ദിവസം പോലീസ് കസ്റ്റഡിയിൽ കഴിയുന്ന സാഹചര്യമുണ്ടായാൽ പോലും ഇവരെ 31-ാം ദിവസം നീക്കം ചെയ്യാൻ പ്രധാനമന്ത്രിക്ക് രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യാം. ശുപാർശ ചെയ്തിട്ടില്ലെങ്കിലും തൊട്ടടുത്ത ദിവസം സ്ഥാനം നഷ്ടമാകും. പാർലമെന്റ് വർഷകാല സമ്മേളനം നാളെ അവസാനിക്കാനിരിക്കെയാണ് ബില്ല് അവതരിപ്പിക്കാൻ സർക്കാർ തിരക്കിട്ട നീക്കം നടത്തുന്നത്. സഖ്യകക്ഷികളെ വിരട്ടാനും പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ വേട്ടയാടാനും വേണ്ടിയാണ് പുതിയ ബില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വിമർശിച്ചു. അവരുടെ ഒപ്പം നിൽക്കുന്ന സഖ്യകക്ഷികളെ ഇത് കാണിച്ച് പേടിപ്പിക്കാനും അതിനു വേണ്ടിയിട്ടുള്ള ഒരു വിരട്ടാൻ വേണ്ടിയിട്ടുള്ള ബില്ലുമാണ് ഇത് ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെടുന്ന ബില്ലായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഒരു സൂചനയുമില്ലാതെ കൊണ്ടുവരുന്ന ബില്ല് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് P. സന്തോഷ് കുമാർ MP മീഡിയ വണിനോട് പറഞ്ഞു. അതിഭീകരമായ ബില്ലുകളാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുമെന്ന് മാത്രമല്ല, മിക്കവാറും പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ എല്ലാം ഇല്ലായ്മ ചെയ്യാൻ വളരെ ഒരു ദൂരവ്യാപകമായിരിക്കുന്ന ഒട്ടേറെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ബില്ലാണ്. ഭരണഘടനാപരമായി സാധുതയില്ലാത്ത ഭേദഗതിയാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP പറഞ്ഞു. ഇപ്പൊ ഈ പുതിയ നിയമപ്രകാരം കുറ്റാരോപിതനായാൽ മാത്രം മതി നിങ്ങൾ കുറ്റക്കാരനാക്കി കണക്കാക്കിയിട്ട് നിങ്ങളിപ്പോ മന്ത്രിയാണെങ്കിലോ മുഖ്യമന്ത്രി ആണെങ്കിലോ നിങ്ങളെ മാറ്റാനുള്ള ഒരു അധികാരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മളുടെ നിയമ സംവിധാനത്തെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള ഒരു പുതിയ ഭേദഗതിയാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. ബില്ലിനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുമെന്ന് CPM പ്രതികരിച്ചു. പാർലമെന്റിനകത്തും പുറത്തും ശക്തമായ പ്രതിഷേധമൊരുക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ നീക്കം. മീഡിയ വൺ, ഡൽഹി. ധനസുമോദുണ്ട് വിവരങ്ങൾ നൽകാൻ. സുമോദ്, പൊടുന്നനെ ഒരു ബില്ല് വരുന്നു. ആ ബില്ലാണെങ്കിൽ ഒരുപാട് ചർച്ചകൾ നടത്തേണ്ട ഒരു ബില്ലാണ്. അങ്ങനെയുള്ളൊരു ബില്ല് പൊടുന്നനെ പാർലമെന്റിൽ വരികയും അത് പാസ്സാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതൊരു ഭരണഘടനാ ഭേദഗതിയാണ്, 3/2 ഭൂരിപക്ഷമൊക്കെ വേണ്ടതുമാണ്. എന്താണ് ഭരണപക്ഷം ഉദ്ദേശിക്കുന്നത്? പ്രതിപക്ഷം എങ്ങനെയാണ് ഇതിനെ നേരിടാൻ ഉദ്ദേശിക്കുന്നത്? ലൗഫൽ, ഈ ബില്ല് ഒരു കാരണവശാലും സഭയിൽ അവതരിപ്പിക്കാൻ അവസരം കൊടുക്കില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് രാവിലെ 11 മണിക്കും 12 മണിക്കും സഭ ചേർന്നപ്പോഴെല്ലാം നടുത്തളത്തിലിറങ്ങി സാധാരണ സ്പീക്കർ ചെയറിൽ ഇരുന്നതിന് ശേഷമാണ് ബഹളമുണ്ടാക്കുന്നത്. ഇത് അതിനു മുമ്പ് തന്നെ വലിയ തരത്തിലുള്ള ബഹളമുണ്ടാക്കുകയും അങ്ങനെ സഭ പിരിയുകയായിരുന്നു ചെയ്തിരുന്നത്. മാത്രമല്ല PSC ചെയർമാൻ കൂടിയായിട്ടുള്ള KC വേണുഗോപാൽ ഒരു തടസ്സവാദം ഉന്നയിച്ചുകൊണ്ട് ഒരു നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന് പറയുന്നത് കേൾക്കാതെ ബില്ല് അവതരിപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യമാണ് സ്പീക്കറോട് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ തരത്തിലുള്ള ഒരു കുറ്റ ആരോപിതരായാൽ തന്നെ അവർ ജയിലിൽ കിടക്കുകയാണെങ്കിൽ 30 ദിവസം അവർ ജയിലിൽ കിടക്കുകയാണെങ്കിൽ അവരുടെ സ്ഥാനം നഷ്ടമാകുകയാണ്. ഇത് ഈ പ്രതിപക്ഷ പാർട്ടികൾ അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള ഒരു ബില്ലാണ് ഇത് കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. കാര്യം നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. അരവിന്ദ് കെജ്രിവാൾ 5 മാസമാണ് ജയിലിൽ കിടന്നത്. അതിനു മുമ്പ് ഹേമന്ത് സോറൻ ജയിലിലുണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ മന്ത്രി ബാലാജി ജയിലിലുണ്ടായിരുന്നു. ഈ ബാലാജി ഉൾപ്പെടെയുള്ളവർ ജയിലിൽ കിടക്കുമ്പോൾ അവരുടെ വകുപ്പെടുത്ത് മാറ്റിയിട്ട് അവരെ മന്ത്രിയായി തുടരാൻ അനുവദിക്കുകയായിരുന്നു ചെയ്തത്. അതേസമയം അരവിന്ദ് കെജ്രിവാൾ ആവട്ടെ, അദ്ദേഹം ജയിലിൽ കിടന്ന സമയത്തെല്ലാം അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് തന്നെയായിരുന്നു തുടരുന്നത്. ഈ തരത്തിൽ ഒരു പ്രതിപക്ഷത്തിന്റെ ഈ പ്രതിപക്ഷ നേതാക്കന്മാർ പലരും മുഖ്യമന്ത്രിയായിരിക്കുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ കടിഞ്ഞാനിട്ട് അവരെ ഒരു പിടിക്കാനും ആ തരത്തിലുള്ള ഒരു ഭരണ നിയന്ത്രണം നടത്താനുള്ള ഒരു ബില്ലാണ് എന്നുള്ളൊരു കാര്യമാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇത് കേവലം ഈ ഭരണഘടനാ ഭേദഗതിക്ക് ഉപരിയായിട്ട് ഒരു 3 ഭേദഗതി വരണം. 1 സംസ്ഥാനങ്ങൾ മൊത്തം ബാധകമാക്കുന്ന രീതിയിൽ വരണം, 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് ബാധകമാക്കുന്ന രീതിയിൽ വരണം, 3 ജമ്മു കാശ്മീർ സംസ്ഥാന പുനഃസംഘടന ബില്ലിൽ അതിൽ ഒരു ഭേദഗതി കൂടി കൊണ്ടുവരണം. അങ്ങനെ വലിയ തരത്തിലുള്ള ഒരു ചർച്ചകൾക്കും വേണ്ടി വരുന്ന ഒരു ബില്ല് തന്നെയാണ്. ഇത് JPCക്ക് വിടും എന്നാണ് കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ എന്തായാലും ബില്ല് അവതരിപ്പിക്കാൻ തങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളുള്ളത്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ചട്ടുകമായി കേന്ദ്ര സർക്കാരിന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബില്ല് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് പ്രതിപക്ഷം ആശങ്കപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം
ഇതിനെ വലിയ രീതിയിൽ എതിർക്കുകയും ചെയ്യുന്നു. വിവരങ്ങളാണ് ധനസുമുദ് നൽകിയത്. വോട്ട് കൊള്ളയ്ക്കെതിരായ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാര യാത്രയ്ക്ക് ജനപിന്തുണയേറുന്നു. യാത്ര വൻ വിജയമെന്നാണ് AICCയുടെ വിലയിരുത്തൽ. ആദ്യ 3 ദിവസവും മികച്ച ജനപിന്തുണയാണ് ബീഹാറിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ലഭിച്ചത്. യുവാക്കൾക്കിടയിലും യാത്രയ്ക്ക് ലഭിക്കുന്ന സ്വീകാര്യത ഇന്ത്യ സഖ്യത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് യാത്രയ്ക്ക് ഇടവേളയാണ്. നാളെ ഷെയ്ഖ്പുരയിൽ നിന്നാണ് യാത്ര പുനരാരംഭിക്കുക. NDA ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ പത്രിക സമർപ്പിച്ചു. 4 സെറ്റ് പത്രികയാണ് സമർപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 1 സെറ്റ് പത്രിക ഭരണാധികാരിയായ രാജ്യസഭാ സെക്രട്ടറി ജനറലിന് കൈമാറി. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അമിത്ഷാ അടക്കമുള്ള മന്ത്രിമാരും ഘടകകക്ഷി നേതാക്കളും CP രാധാകൃഷ്ണനൊപ്പം എത്തി. ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥി ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡി നാളെ പത്രിക സമർപ്പിക്കും. മലപ്പുറത്ത് 11 വയസ്സുകാരിക്ക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. ചേളാരി സ്വദേശിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടി മെഡിക്കൽ കോളേജിലെ മാതൃശിശു വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 3 മാസം പ്രായമായ കുട്ടിയും മറ്റൊരു യുവാവും മെഡിക്കൽ കോളേജിൽ തന്നെ ചികിത്സയിൽ തുടരുകയാണ്. കോഴിക്കോട് നടന്ന യൂത്ത് കോൺഗ്രസിന്റെ യുവജന സമ്പർക്ക യാത്രയിൽ ചാണ്ടിയുമ്മൻ പങ്കെടുക്കാത്തതിലെ വിവാദത്തിൽ മഞ്ഞുരുക്കം. നേരത്തെ ഏൽക്കാത്ത പരിപാടിയായിരുന്നെന്ന് ചാണ്ടിയുമ്മൻ പറഞ്ഞു. ചാണ്ടിയുമ്മൻ DCC പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. ആശയക്കുഴപ്പം പരിഹരിച്ചെന്ന് DCC പ്രസിഡന്റ് K പ്രവീൺ കുമാറും പറഞ്ഞു. ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പേ ഉള്ളൂ, വേറൊരു പ്രശ്നമില്ല. ഞങ്ങൾ വളരെ കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പ് ഒരു 15 ദിവസം മുമ്പ് ഞാൻ വന്ന് ഈ എന്താ പറയുക DCCയെ കുറിച്ചും ഓഫീസിനെ കുറിച്ചൊക്കെ പോസ്റ്റ് ഇട്ട് വളരെ സൗഹൃദത്തിൽ പിരിഞ്ഞതാണ്. ഇന്നിപ്പോൾ ഒരു ചെറിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്നേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നമില്ല. തൃപ്തികരമാണോ? അല്ല, ഒരു വിശദീകരിക്കാൻ മാത്രം വിഷയമില്ല. ഞാൻ എന്താ പറഞ്ഞത്, വരാൻ പറ്റാത്ത സാഹചര്യം എന്താണെന്ന് അന്വേഷിക്കുന്നു. അദ്ദേഹം ഞങ്ങൾ പറഞ്ഞു, പിന്നെ DCC വരുന്ന നേരിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അയാൾ വളരെ ലേറ്റ് ആയിട്ടാണ് ഇന്നലെ എത്തിയത്. അതുകൊണ്ട് പങ്കെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അതിൽ നോ കൺഫ്യൂഷൻ. ആ പരിപാടിയിൽ അടുത്ത ദിവസം പങ്കെടുക്കുകയും ചെയ്യും. കഴിഞ്ഞു. മുഹമ്മദ് അസ്ലം ഉണ്ട് വിവരങ്ങൾ നൽകാൻ. അസ്ലം, ഒരു ഫോൺ കോളിൽ തീരാവുന്ന പ്രശ്നമായിരുന്നോ ഇത്? രാവിലെ നടന്ന പരിപാടിയിൽ ചാണ്ടിയുമ്മൻ പങ്കെടുക്കാത്ത സംബന്ധിച്ച് DCC പ്രസിഡന്റിന്റെ പ്രതികരണം വന്നപ്പോഴാണ് ഒരു ഗൗരവമായ ഒരു വിഷയമായി അത് മാറിയത്. ജില്ലയിൽ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്നുള്ളത്, അത് പങ്കെടുക്കാത്തത് തെറ്റാണെന്നും എന്താണെന്നതിനെ കുറിച്ച് അന്വേഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞുകൊണ്ടുകൂടിയാണ് സംഘടനാപരമായ ഒരു പ്രശ്നമായി മാറിയത്. അതിനുശേഷം ചാണ്ടിയുമ്മൻ മറ്റൊരു പരിപാടിക്ക് പങ്കെടുത്തു. അതിനുശേഷം DCCയിലെത്തി രണ്ടുപേരും സംസാരിച്ചു. അതിനുശേഷമാണ് ഇക്കാര്യത്തിലൊരു ആശയക്കുഴപ്പം മാറിയത് രണ്ടുപേരും പറഞ്ഞത്. ചാണ്ടിയുമ്മൻ പറയുന്നത് നേരത്തെ ഏറ്റ പരിപാടി ആയിരുന്നില്ല. മാത്രമല്ല, അദ്ദേഹം വിദേശത്ത് പോയിട്ട് വന്നതിന് ശേഷം വൈകിയാണ് കിടന്നത്. എഴുന്നേറ്റപ്പോൾ പരിപാടി ഏറെക്കുറെ കഴിഞ്ഞിരുന്നു, അതുകൊണ്ടാണ് പോകാത്തതെന്ന് പറയുന്നു. അതേസമയം തന്നെ യൂത്ത് കോൺഗ്രസിലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനെ തുടർന്നാകാം ഈ പരിപാടി ഒഴിവാക്കിയെന്നുള്ളൊരു വികാരം, അത്തരമൊരു ഒരു വിചാരമാണ് ശരിക്കും അവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ടായത്. അത് DCC പ്രസിഡന്റിനെ അറിയിച്ചതിനെ തുടർന്നാണ് അത്തരമൊരു പ്രതികരണങ്ങളിലേക്ക് പോയത്. എന്തായാലും ഇന്ന് രണ്ടുപേരും കൂടിക്കാഴ്ച നടത്തി ആശയക്കുഴപ്പം മാറി എന്ന് രണ്ടുപേരും പ്രതികരിച്ച് ആ വിഷയം അവിടെ തീർന്നിട്ടുണ്ട്. എന്തായാലും യൂത്ത് കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് ഇത്തരം ചില വാർത്തകൾക്കും ഇത്തരം ചില പരാതികൾക്കും ആധാരമായി എന്നുള്ളത് വസ്തുതയാണ്. യെസ്, ചാണ്ടിയുമ്മൻ പങ്കെടുക്കാത്തതാണ് വാർത്തയായത്. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ സംഭവത്തിൽ ജയിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചതായി സർക്കാർ നിയോഗിച്ച സമിതിയുടെ പ്രാഥമിക കണ്ടെത്തൽ. സെല്ലിന്റെ കമ്പി മുറിക്കാൻ ഗോവിന്ദച്ചാമി ഉപയോഗിച്ചത് പോലീസ് കണ്ടെടുത്ത ആയുധം തന്നെയാണോ എന്നതിൽ അവ്യക്തതയുണ്ടെന്നും കമ്മീഷൻ പറഞ്ഞു. ജയിലിലെ സുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്താൻ സമിതി ജയിൽ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരുടെ യോഗം വിളിച്ചു ചേർത്തു. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നാലെയാണ് സംസ്ഥാനത്തെ ജയിലുകളിലെ സുരക്ഷാ വീഴ്ച പരിശോധിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ 2 അംഗ സമിതിയെ നിയോഗിച്ചത്. റിട്ടയർഡ് ഹൈക്കോടതി ജസ്റ്റിസ് CN രാമചന്ദ്രൻ, മുൻ പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവരാണ് സമിതി അംഗങ്ങൾ. ഇന്നലെ കണ്ണൂർ ജയിലിലെത്തിയവർ ജയിൽ സൂപ്രണ്ട് അടക്കമുള്ള ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദമായ മൊഴിയെടുത്തു. ഗോവിന്ദച്ചാമിയെ പാർപ്പിച്ചിരുന്ന സെല്ലിലടക്കം പരിശോധനയും നടത്തി. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന ജയിൽ വകുപ്പിന്റെ റിപ്പോർട്ട് സ്ഥിരീകരിക്കുന്നതാണ് അന്വേഷണ സംഘത്തിന്റെയും പ്രാഥമിക വിലയിരുത്തലുകൾ. ജയിൽ ചാട്ടത്തിനായി ഗോവിന്ദച്ചാമി ദിവസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. ഇത് മുൻകൂട്ടി കണ്ടെത്താൻ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചില്ല. സെല്ലിന്റെ കമ്പി മുറിക്കാൻ ഉപയോഗിച്ച ആയുധത്തിലും അവ്യക്തതയുണ്ട്. പോലീസ് കണ്ടെടുത്ത ആയുധം ഉപയോഗിച്ച് കമ്പികൾ മുറിച്ചു മാറ്റുക എളുപ്പമല്ലെന്നാണ് സമിതിയുടെ വിലയിരുത്തൽ. ഉദ്യോഗസ്ഥരുടെ അടുത്ത് പാളിച്ച പറ്റി അല്ലെങ്കിൽ അശ്രദ്ധ ആണ് ഇതിന് കാരണം. അല്ലെങ്കിൽ ഇത് നോട്ടീസ് ചെയ്യപ്പെടേണ്ടതാണ്. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും ചെയ്യാവുന്നതല്ല ഇത്. ഇതുപോലെ ഒരു ബലമുള്ള കമ്പി എത്ര എഫർട്ട് നടത്തിയാണ്
ഒരു ചെറിയ ടൂൾ കൊണ്ട്, ഒരു ചെറിയ ആക്സോ ബ്ലേഡ് കൊണ്ട് പോലും അത് മുറിച്ചു മാറ്റാൻ സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് പോലീസ് എന്തോ ഒരു ടൂൾ റിക്കവർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അത് സാധിക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ട് ഞങ്ങൾക്ക് തന്നെ സംശയമുണ്ട്. കാലപ്പഴക്കം ചെന്ന സെല്ലുകളും തകർന്ന മതിലും സുരക്ഷാ ഭീഷണി സൃഷ്ടിക്കുന്നതായും സമിതി വിലയിരുത്തി. രാവിലെ ഗസ്റ്റ് ഹൌസിൽ വിളിച്ചു ചേർത്ത ഉന്നത ജയിൽ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ജയിലിലെ സുരക്ഷാ സംവിധാനങ്ങൾ സമിതി വിലയിരുത്തി. ജയിൽ DIG, കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. 6 മാസത്തിനകം സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കാനാകുമെന്നാണ് പ്രത്യേക സമിതിയുടെ പ്രതീക്ഷ. മീഡിയ 1 കണ്ണൂർ. ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയ്ക്ക് നേരെ ആക്രമണം. ഔദ്യോഗിക വസതിയിൽ നടന്ന ജനസമ്പർക്ക പരിപാടിക്കിടെയാണ് ആക്രമണമുണ്ടായത്. പരാതി നൽകാനെന്ന വ്യാജേന അകത്ത് കടന്ന രാജ്കോട്ട് സ്വദേശി രാജേഷ് ഖിംചി സക്രയെയാണ് ആക്രമിച്ചത്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയോട് ചേർന്ന ഓഫീസിൽ വെച്ചാണ് ജനസമ്പർക്ക പരിപാടി നടന്നത്. എല്ലാ ബുധനാഴ്ചയും രേഖാ ഗുപ്ത തന്റെ ഔദ്യോഗിക വസതിയിൽ പരിപാടി നടത്താറുണ്ട്. പരിപാടിയിൽ പങ്കെടുക്കാനെന്ന് പറഞ്ഞ് പേപ്പറുകളുമായി അകത്തു കടന്ന പ്രതി മുഖ്യമന്ത്രിക്ക് പേപ്പർ നൽകിയ ശേഷം കയ്യിൽ പിടിച്ചു വലിക്കുകയായിരുന്നു. ശേഷം ഭാരമുള്ള വസ്തു മുഖ്യമന്ത്രിക്ക് നേരെ എറിഞ്ഞുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. उस पर्सन का ये इंटेंशन गलत था कि उसने अटैक किया सीएम के ऊपर, लेकिन अच्छा हुआ कि सिक्योरिटी ने समय पर पकड़ लिया उसको, नहीं तो बहुत गलत हो जाता. मारा नहीं, वो उसने बाल खींचने की कोशिश की मैम के. സംഭവത്തിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ രാജേഷിനെ കസ്റ്റഡിയിലെടുത്തു. കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പർവേഷ് വർമ്മ പറഞ്ഞു. इस हमले की जितनी निंदा की जाए कम है और मुझे लगता है कि दिल्ली पुलिस इसकी जांच कर रही है और इसकी जड़ों तक दिल्ली पुलिस पहुंचेगी. സുരക്ഷാ വീഴ്ചയ്ക്കെതിരെ BJPയും പ്രതിപക്ഷവും രംഗത്തെത്തി. വലിയ സുരക്ഷാ വലയത്തിനിടയിലാണ് മുഖ്യമന്ത്രിക്ക് നേരെ ആക്രമണമുണ്ടായത്. ഡൽഹി പോലീസിന്റെ സുരക്ഷാ വീഴ്ചയ്ക്കെതിരെ BJP ഉൾപ്പെടെ രംഗത്തെത്തിയിട്ടുണ്ട്. ആരിഫ് മുഹമ്മദിനോടൊപ്പം തൗഫീഖ് അസ്ലം, മീഡിയ 1 ഡൽഹി. ചാരിറ്റി വീഡിയോകളിലെ ബാങ്ക് അക്കൗണ്ടും QR കോഡും മാറ്റി പണം തട്ടുന്ന സംഘങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ കൂടുതലും മുംബൈ കേന്ദ്രീകരിച്ചെന്ന് വിവരം. മുംബൈ ആസ്ഥാനമായ NSDL ബാങ്കിലേതാണ് പരാതി ഉയർന്ന അക്കൗണ്ടുകളിൽ കൂടുതലും. നിരവധി പരാതി നൽകിയിട്ടും ഈ തട്ടിപ്പിനെതിരെ പോലീസ് കേസെടുക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. മലപ്പുറത്തെ ഒരു വിദ്യാർത്ഥിയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഷമീർ കുന്നമംഗലം ഇട്ട ഈ വീഡിയോ ദിവസങ്ങൾക്കകം അക്കൗണ്ടും QR കോഡും മാറ്റി മറ്റൊരു ഇൻസ്റ്റാ പേജിലെത്തി. ഈ വ്യാജ അക്കൗണ്ടിലേക്ക് ഇപ്പോഴും പണം അയക്കാൻ കഴിയും. നമ്മളെപ്പോലെയുള്ള ആളുകൾ വീഡിയോ ചെയ്ത് അരമണിക്കൂറുകൾ കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റാഗ്രാം പേജിലൂടെ അപ്ലോഡ് ചെയ്ത് ലക്ഷക്കണക്കിന് രൂപ പ്രൊമോട്ട് ചെയ്തിട്ടാണ് ഈ വീഡിയോകൾ അവർ സ്പ്രെഡ് ചെയ്യുന്നത്. അവരുടേതായിട്ടുള്ള വ്യാജ QR കോഡുകൾ, അക്കൗണ്ടുകൾ, ഗൂഗിൾ പേ വെച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പ് നടത്തുന്നത്. മുംബൈ ആസ്ഥാനമായ NSDL ബാങ്കിലേതാണ് ഇത്തരം തട്ടിപ്പ് നടത്തുന്ന അക്കൗണ്ടുകളിൽ ഭൂരിഭാഗവും. എയർടെൽ പേയ്മെന്റ് ബാങ്ക് തുടങ്ങി ഓൺലൈനായി അക്കൗണ്ട് തുടങ്ങാൻ കഴിയുന്ന ബാങ്കുകളെയാണ് തട്ടിപ്പിനായി ഉപയോഗിക്കുന്നത്. ഒന്ന് എൻ്റെ വീഡിയോകൾ പുറത്തു വരുന്നുണ്ട്, ഒന്ന് ഫിറോസ് കുന്നംപറമ്പലിൻ്റെ വീഡിയോകൾ വരുന്നുണ്ട്. ആ വീഡിയോകൾ തത്സമയമാണ് അരമണിക്കൂർ കൊണ്ട് മറ്റു പേജുകളിലേക്ക് പോസ്റ്റ് ചെയ്യപ്പെടുന്നത്. അത് കൃത്യമായി അറിയുന്ന ആളുകൾ മലയാളികളാണോ എന്ന് വ്യക്തിപരമായി ഞാൻ സംശയിക്കുകയാണ്. നിരവധി പരാതികൾ സൈബർ പോലീസിന് മുന്നിലും ആഭ്യന്തര വകുപ്പിന് മുന്നിലുമുണ്ട്. പക്ഷേ ഇതുവരെ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. ജീവിതത്തോട് പടവെട്ടുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ ചികിത്സയ്ക്കായി നാം നൽകുന്ന നാണയത്തൊട്ടുകൾ തട്ടിയെടുക്കാൻ തട്ടിപ്പുകാർ കാണാമറയത്ത് സജീവമാണ്. ഇത് തിരിച്ചറിഞ്ഞിട്ടും പോലീസ് എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? മുഹമ്മദ് അസ്ലം, മീഡിയ 1 കോഴിക്കോട്. ഓട്ടോമാറ്റിക് ഗിയറുള്ള കാർ, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ലെന്നുൾപ്പെടെയുള്ള നിബന്ധനകൾ ഒഴിവാക്കി മോട്ടോർ വാഹന വകുപ്പ് പുതിയ സർക്കുലർ പുറത്തിറക്കി. ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് ഭേദഗതി വരുത്തിയത്. മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ ലൈസൻസ് എടുക്കാൻ ഹാൻഡിലിൽ ഗിയറുള്ള വാഹനം പാടില്ലെന്ന നിബന്ധനയും ഒഴിവാക്കി. ഡ്രൈവിംഗ് ടെസ്റ്റിന് ഡ്രൈവിംഗ് സ്കൂളുകാർ കൊണ്ടുവരുന്ന വാഹനത്തിന്റെ കാലപ്പഴക്കം 15 വർഷത്തിൽ കൂടാൻ പാടില്ല. ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങളിൽ ഡാഷ്ബോർഡ് ക്യാമറ സ്ഥാപിക്കണമെന്ന തീരുമാനങ്ങളും പുതിയ സർക്കുലറിൽ ഒഴിവാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മരണാനന്തര അവയവദാനത്തെ തകർക്കാൻ ആസൂത്രിത ശ്രമം നടക്കുന്നതായി കേസ് ഓട്ടോ. കോടതി വ്യവഹാരങ്ങളും സിനിമയും തിരിച്ചടി സൃഷ്ടിച്ചുവെന്ന് കേസ് ഓട്ടോ നോഡൽ ഓഫീസർ നോബൽ ഗ്രേഷ്യസ് മീഡിയ 1 പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ മോഹൻദാസിന്റെ വിമർശനത്തെയും കേസ് ഓട്ടോ തള്ളി. 2017 ശേഷമാണ് സംസ്ഥാനത്ത് മരണാനന്തര അവയവദാനം കുത്തനെ കുറഞ്ഞത്. മീഡിയ 1 എക്സ്ക്ലൂസീവ്.
മൃതസഞ്ജീവനി 2012 കൊണ്ടുവന്നപ്പോൾ സംസ്ഥാനം ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. 2012 മുതൽ 2016 വരെ മരണാനന്തരം അവയവദാനം ചെയ്യുന്നവരുടെ കണക്ക് ഉയർന്നതായിരുന്നു. എന്നാൽ 2017ഓടെ അവയവദാനം ഗണ്യമായി കുറഞ്ഞു. 72 പേർ മരണാനന്തര അവയവദാനം നടത്തിയ കണക്കിൽ നിന്ന് 18 പേരിലേക്ക് പിന്നീടുള്ള വർഷം ചുരുങ്ങി. ഇതുവരെ സംസ്ഥാനത്ത് നടന്നത് 389 മരണാനന്തര അവയവദാനം. ഇതിൽ 333 എണ്ണവും സ്വകാര്യ ആശുപത്രികൾ മുഖേന. 56 മരണാനന്തര അവയവദാനം സർക്കാർ മെഡിക്കൽ കോളേജുകൾ വഴിയും നടന്നു. മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നത് സംബന്ധിച്ചും അവയവദാനത്തെക്കുറിച്ചും ചിലർ കോടതിയിൽ കേസുമായി പോയത് അവയവദാനത്തെ പ്രതികൂലമായി ബാധിച്ചെന്ന് നോഡൽ ഓഫീസർ മീഡിയ വണിനോട് പറഞ്ഞു. ഇതൊരു ഓർഗനൈസേഷനായി മാറുകയും അതിനുശേഷം എന്തുകൊണ്ട് ഇത് ഇതിനകത്ത് എന്തൊക്കെയോ നിക്ഷിപ്ത താല്പര്യം ഇതിനെ എതിർക്കുന്ന ആൾക്കാർക്ക് ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇത് പിറകെ നടന്ന് ഈ പ്രോഗ്രാമിനെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെനിക്ക് ബോധ്യമുണ്ട്. അനേകം നിർധനരായ രോഗികൾ കേസ് ഓട്ടോയിൽ രജിസ്റ്റർ ചെയ്ത് അവയവത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിനിടയിലാണ് അവരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന തരത്തിൽ അവയവദാനത്തിന് ചിലർ തുരങ്കം വെക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ കുര്യൻ, മീഡിയ വൺ. ബില്ലുകൾ ഒപ്പിടാൻ വൈകുന്നതിൽ പ്രതിവിധി എന്തെന്ന് കേന്ദ്രത്തോട് ആവർത്തിച്ച് ചോദിച്ച് സുപ്രീം കോടതി. രാഷ്ട്രപതിയുടെ റഫറൻസിന്മേൽ ഭരണഘടനാ ബെഞ്ചിൽ നടക്കുന്ന വാദത്തിനിടയിലാണ് സുപ്രീം കോടതി ഇക്കാര്യം ആരാഞ്ഞത്. നിയമനിർമ്മാണ സഭ രണ്ടാമതും ബിൽ പാസാക്കിയാൽ ഗവർണർക്ക് വിവേചനാധികാരമില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ബില്ലുകൾ ഒപ്പിടുന്നതിൽ ഗവർണർക്ക് വിവേചനാധികാരമുണ്ടോ എന്ന് വാദത്തിന്റെ തുടക്കത്തിൽ കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി ചോദിച്ചിരുന്നു. ഗവർണർമാർ വിവേചനാധികാരം പ്രയോഗിച്ചതിന്റെ നിരവധി അനുഭവമുണ്ടെന്ന് സുപ്രീം കോടതി പറഞ്ഞു. പീഡനക്കേസിൽ റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ജാമ്യാപേക്ഷ തീർപ്പാക്കുന്നതുവരെ വേടനെ അറസ്റ്റ് ചെയ്യുന്നതിന് കോടതിയുടെ വിലക്കുണ്ട്. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകുമെന്ന് പരാതിക്കാരിയോട് കോടതി ചോദിച്ചിരുന്നു. വേടനെ പോലീസ് സംരക്ഷിക്കുന്നില്ലെന്നും ഒളിവിൽ തന്നെയാണെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു. ജീവിച്ചിരിക്കുന്നയാളെ മരിച്ചു കാണിച്ച് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കാൻ ശ്രമമെന്ന് പരാതി. കോഴിക്കോട് നാദാപുരം പഞ്ചായത്തിലാണ് പരാതി ഉയർന്നത്. കോൺഗ്രസ് അനുകൂല വോട്ട് തള്ളിക്കാൻ CPM പ്രവർത്തകർ തെറ്റായ പരാതി നൽകിയെന്നാണ് ആക്ഷേപം. തിരുവനന്തപുരത്ത് RSS നിയന്ത്രണമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വോട്ട് ചേർക്കാൻ ശ്രമമെന്ന് കോൺഗ്രസിന്റെ പരാതിയും ഉയർന്നു. നാദാപുരം പഞ്ചായത്ത് 2ാം വാർഡിലെ വോട്ടറാണ് കല്ലുള്ളതിൽ കല്യാണി. ഇന്നലെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരെത്തി നൽകിയ നോട്ടീസ് കണ്ട് കല്യാണി ഞെട്ടി. താൻ മരിച്ചതായി പരാതിയുണ്ടെന്നും മരിച്ചിട്ടില്ലെങ്കിൽ തെളിവ് ഹാജരാക്കണമെന്നുമായിരുന്നു നോട്ടീസ്. ആര് പറഞ്ഞിട്ട് തല്ലിയേ? എന്തിട്ടാ തല്ലിയേ? ഞാൻ മരിച്ചെന്നും പറഞ്ഞിട്ടാണ് ഇപ്പോൾ തള്ളിച്ച്. പഞ്ചായത്തിൽ നിന്ന് എൻ്റെ വകയിലാണ് കൈ കിട്ടി. കോൺഗ്രസിന്റെ മുൻ ബ്ലോക്ക് സെക്രട്ടറിയുടെ അമ്മയാണ് കല്യാണി. കല്യാണം മരിച്ചെന്ന പരാതി നൽകിയത് CPM പ്രവർത്തകരാണ്. കല്യാണിയുടേത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും UDF അനുകൂല വോട്ടുകൾ തള്ളിക്കാൻ CPM വ്യാപക ശ്രമം നടത്തുന്നതായും കോൺഗ്രസ് ആരോപിച്ചു. ഉദ്യോഗസ്ഥ തലത്തിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കി കള്ള പ്രചരണങ്ങൾ നടത്തി കള്ള പരാതികൾ കൊടുത്ത് എങ്ങനെയെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ള ജനാധിപത്യ വിരുദ്ധത അതിരൂക്ഷമായി നാദാപുരം പഞ്ചായത്തിൽ കാണുകയാണ്. തിരുവനന്തപുരത്ത് RSS നിയന്ത്രണത്തിലുള്ള സ്ഥാപനത്തിൽ വോട്ടർമാരെ ചേർത്തുന്ന പരാതിയുമായി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി രംഗത്തെത്തി. സംസ്കൃതി ഭവനുകളുടെ വിലാസത്തിലാണ് വോട്ട് ചേർത്തത്. അതിനിടെ മലപ്പുറത്ത് രേഖകൾ തിരുത്തി പ്രായപൂർത്തിയാകാത്തവരെ വോട്ടർ പട്ടികയിൽ ചേർക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ ഹിയറിംഗ് ഓഫീസർക്കെതിരെ നടപടിയെടുത്തു. എഞ്ചിനീയറിംഗ് വിഭാഗം സൂപ്രണ്ട് ഷിബു അഹമ്മദിനെ തെരഞ്ഞെടുപ്പ് ചുമതലയിൽ നിന്നും മാറ്റി. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ വൺ കോഴിക്കോട്. കോൺഗ്രസ് പുനഃസംഘടനാ ചർച്ചകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പൂർത്തിയായേക്കില്ല. DCC പ്രസിഡന്റുമാരെ ചൊല്ലിയുള്ള തർക്കം നീണ്ടതോടെ ചർച്ചകൾ വഴിമുട്ടി. പ്രധാന നേതാക്കൾ അവകാശവാദങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതാണ് പ്രതിസന്ധി. തർക്കത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി നൽകാൻ KPCC അധ്യക്ഷനും തയ്യാറായിട്ടില്ല. DCC അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ കോട്ടയത്തും തിരുവനന്തപുരത്തും സമവായമകലെ. തിരുവനന്തപുരത്ത് ചെമ്പഴന്തി അനിലിനെയും കോട്ടയത്ത് ഫിൽസൺ മാത്യൂസിനെയും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ പിന്തുണയ്ക്കുമ്പോഴും തർക്കം തുടരുന്നു. ആലപ്പുഴയിൽ ബാബു പ്രസാദിനെ മാറ്റിയാൽ താൻ നിർദ്ദേശിക്കുന്ന ആൾ വേണമെന്ന നിലപാടിലാണ് രമേശ് ചെന്നിത്തല. കണ്ണൂരിൽ മാർട്ടിൻ ജോർജിനെ നിലനിർത്തണമെന്ന് K സുധാകരനും ആവശ്യപ്പെട്ടു. സമവായത്തിലേക്ക് എത്തിക്കാൻ നേതൃത്വത്തിനായില്ല. ഇതോടെയാണ് പുനഃസംഘടന തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിയുന്നതിലേക്ക് നീങ്ങുന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളുമെന്ന് ആവർത്തിക്കുകയാണ് നേതൃത്വം. അതിൻ്റെതായ സമയമെടുത്ത് ചർച്ച തുടരുക. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. കഴിയുന്നത്ര ആളുകളുടെ മുതിർന്ന നേതാക്കന്മാരുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ തേടും.
DCC അധ്യക്ഷന്മാരിൽ സമവായമാകാത്തതിനാൽ KPCC ഭാരവാഹികളെയും നിശ്ചയിക്കാനാവില്ല. DCCയിൽ ഒഴിവാക്കുന്നവരെ KPCCയിൽ ഉൾപ്പെടുത്തേണ്ടതുള്ളതിനാൽ ആദ്യം DCC അധ്യക്ഷന്മാരെ തീരുമാനിക്കണമെന്നതാണ് വസ്തുത. മീഡിയ 1 തിരുവനന്തപുരം. വധശ്രമ കേസിലെ പ്രതിയെ വീടിന്റെ മച്ചിൽ നിന്ന് പോലീസ് പിടികൂടി. പട്ടാമ്പി ഞങ്ങാട്ടേരിയിൽ യുവാക്കളെ സംഘം ചേർന്ന് മർദ്ദിച്ച കേസിലെ പ്രതി കപ്പൂർ കാഞ്ഞിരത്താണി സ്വദേശി സുൽത്താൻ റാഫിയെയാണ് തൃത്താല പോലീസ് പിടികൂടിയത്. പിടിയിലായ റാഫി 6 കേസുകളിലെ പ്രതിയാണ്. ഈ മാസം 4-ാം തീയതി ഞാങ്ങാട്ടേരിയിൽ വെച്ച് യുവാക്കളെ മർദ്ദിച്ച കേസിലെ പ്രതിയാണ് സുൽത്താൻ റാഫി. പേനാക്കത്തി ഉപയോഗിച്ച് ക്രൂരമായി യുവാക്കളെ മർദ്ദിച്ചു. യുവാക്കളെ മർദ്ദിച്ച ശേഷം ഒളിവിൽ പോയ സുൽത്താൻ റാഫിക്ക് വേണ്ടി തൃത്താല പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. സുൽത്താൻ റാഫിയെ തിരഞ്ഞ് പോലീസ് വീട്ടിലെത്തിയെങ്കിലും കണ്ടെത്തിയില്ല. പിന്നീടാണ് സുൽത്താൻ മച്ചിന് മുകളിലുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചത്. മച്ചിൽ ഒളിച്ചിരുന്ന സുൽത്താനെ പോലീസ് സംഘം താഴെ ഇറക്കി. സംഭവത്തിൽ പ്രതിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ചാലിശ്ശേരി, ചങ്ങരംകുളം, തൃത്താല പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 6 കേസുകളിലെ പ്രതിയാണ് സുൽത്താൻ റാഫി. മീഡിയ 1 പാലക്കാട്. കൊല്ലം കടക്കലിൽ ഇന്നലെ ഉണ്ടായ CPM കോൺഗ്രസ് സംഘർഷത്തിൽ 34 പേർക്കെതിരെ കേസെടുത്തു. CPM ബ്രാഞ്ച് സെക്രട്ടറി വിധുവിന്റെ പരാതിയിൽ 9 പേർക്കെതിരെയാണ് കേസ്. കോൺഗ്രസുകാരുടെ പരാതിയിൽ 25 പേർക്കെതിരെയും കടക്കൽ പോലീസ് കേസെടുത്തു. സംഘർഷത്തിലേക്ക് നയിച്ച പ്രതിഷേധം സംഘടിപ്പിച്ചതിനും കോൺഗ്രസുകാർ നേതാക്കൾക്കെതിരെ കേസെടുത്തു. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. കത്ത് വിവാദത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വക്കീൽ നോട്ടീസിന് വിശദമായ മറുപടി നൽകുമെന്ന് ഷർഷാദ്. കുടുംബം തകർത്തവനൊപ്പമാണ് പാർട്ടിയെങ്കിൽ പാർട്ടിയോട് ഗുഡ് ബൈ പറയേണ്ടി വരും. കുടുംബത്തെക്കാൾ വലുതല്ല ഏത് പാർട്ടി സെക്രട്ടറിയുടെ മകനുമെന്നും ഷർഷാദ് ഫേസ്ബുക്കിൽ കുറിച്ചു. കത്ത് വിവാദത്തിൽ ഗൗരവമായ അന്വേഷണം വേണമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. സർക്കാരിലേക്ക് വന്ന പണം നേതാക്കൾ ദുരുപയോഗം ചെയ്തെന്നും ആരോപിച്ചു. ഏഷ്യ കപ്പ് ക്രിക്കറ്റിന്റെ പേരിൽ പ്രചരിക്കുന്നത് വ്യാജ ടിക്കറ്റെന്ന് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ക്രിക്കറ്റ് പ്രേമികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ടിക്കറ്റ് വിൽപ്പന ഉടൻ ACCയും എമിറേറ്റ്സ് ക്രിക്കറ്റ് ബോർഡും ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ലാലിഗയിൽ ഒസാസുനയെ തോൽപ്പിച്ച് റയൽ മാഡ്രിഡ്. എതിരില്ലാത്ത 1 ഗോളിനാണ് റയൽ മാഡ്രിഡിന്റെ ജയം. 51-ാം മിനിറ്റിൽ കിലിയൻ എംബാപ്പയാണ് ഗോൾ നേടിയത്. നിലവിലെ പോയിന്റ് പട്ടികയിൽ 8-ാം സ്ഥാനത്താണ് റയൽ മാഡ്രിഡ്.